ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 5G എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ യൂസ്ഡ് റിവ്യൂ ആണ്. ഈ ഒരു ഫോൺ ഞാൻ ഏകദേശം ഒരു 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് എല്ലാം ഒന്നും എടുത്ത് പറയുന്നില്ല. ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എന്താണോ അതാണ് പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഞാൻ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ഫോൺ ഇറങ്ങിയ സമയത്ത് 19,000 ആണ് ഈ ഒരു ഫോൺ ഇറങ്ങിയ പ്രൈസ്. ഇപ്പോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്, 17,000 ആണ് പ്രൈസ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ടച്ച് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ടച്ച് എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരിതില്ല. നിങ്ങൾക്കൊരു 4 വർഷമൊക്കെ ആയ ഒരു ഫോണിൽ കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാം. കാര്യം ടച്ച് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സ്മൂത്ത്നെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സാധാരണ 10,000 ഒരു ഫോൺ വാങ്ങുക എന്ന് നോക്കിയാൽ അതിലെങ്ങനെ ഉണ്ടാവും? ആ ഒരു സെയിം ഇതാണ് ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ 6GB 128, 8GB 128, 8GB 256GB എന്ന 3 വേരിയൻസിലാണ് വരുന്നത്. പക്ഷേ മിക്ക ഷോപ്പിലും ഇതിൻ്റെ 6GB 128 കിട്ടത്തില്ല, 8GB 128 അല്ലെങ്കിൽ 8GB 256GB ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോറേജ് കുഴപ്പമില്ല, പക്ഷേ പ്രൈസ് വരുന്നത് ഒരു 8GB 256GB ഒക്കെ ആണെങ്കിൽ 22,000 പ്രൈസ് റേഞ്ച് ആവും. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു വേരിയൻറ്റ് 8GB 256GB ആണ്. ഇതിൽ SD കാർഡ് സപ്പോർട്ടാവും, എന്നാലും എനിക്ക് സ്റ്റോറേജ് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ എടുത്തു. പിന്നെ ഈ ഒരു ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ MediaTek Dimensity 7025 Ultra എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 17,000 ആണ് ഇപ്പോൾ വരുന്നത്. 17,000 ഈ ഒരു പ്രോസസ്സർ വർത്താണെന്ന് ചോദിച്ചാൽ അല്ല. പെർഫോമൻസ് വൈസ് വളരെ മോശമാണ് ഈ ഒരു ഫോൺ. നിങ്ങളിപ്പോൾ ഒരു നോർമൽ യൂസറാണ്, അഥവാ ഇപ്പോൾ ഗെയിമിംഗ് ഒന്നുമില്ല, നോർമൽ ആക്ടിവിറ്റി, കോളിംഗ്, ടെക്സ്റ്റ് മെസ്സേജ്, ജസ്റ്റ് വാട്സപ്പ് നോക്കും, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാമെന്ന് പറയാം. പിന്നെ സോഫ്റ്റ്വെയർ സൈഡ് ആണെങ്കിൽ നല്ല രീതിയിൽ ബഗ്സ് ഉണ്ട്. ബഗ്സ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മളിപ്പോൾ ഇയർപോഡിൽ പാട്ട് കേട്ടുകൊണ്ട് ജസ്റ്റ് ഡാൻസ് ചെയ്യാന്ന് വിചാരിക്കുക. ഫോണിൽ വോളിയം ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് തരും, കുറച്ച് സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂട്ടിത്തരും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ എവിടെയെങ്കിലും നമ്മൾ ഈ ഒരു ഫോൺ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് തോന്നുന്ന രീതിക്ക് തനിയെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നെ അതിന് ഇഷ്ടമുള്ളപ്പോൾ സ്വിച്ച് ഓൺ ആയി വരും, അത്രേ ഉള്ളൂ. പിന്നുള്ളത് എന്തെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറണമെന്ന് വിചാരിക്കുക, യൂട്യൂബ് തുറക്കുക, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി വരും. അതുപോലെ നമുക്കിപ്പോൾ യൂട്യൂബ് വേണമെന്ന് വിചാരിക്കുക, വേറെ മെസ്സേജ് ഓപ്പൺ ആയി വരും. അങ്ങനെ പല ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെയാണ് കമ്പനി പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ പല ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, ഇങ്ങനെയുള്ള പല ഫീച്ചേഴ്സും നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ക്യാമറ എന്ന് പറയാം. കാര്യം പ്രോസസ്സർ Dimensity 7025 Ultra ആണ് കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാമല്ലോ. ഞാനിതിൻ്റെ ഫോട്ടോ സാമ്പിൾസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി വൈസ് നോക്കുകയാണെങ്കിൽ 5110 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 45 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ. 0 to 100 1.5 മണിക്കൂർ വേണം ഇതിന്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂവിൻ്റെ കാര്യം പിന്നെ പറയണ്ട. പിന്നെ ചില യൂട്യൂബേഴ്സ് ഒക്കെ ഈ ബാറ്ററി ഡ്രെയിനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തിയിട്ട് 8 hours 8.5 hours ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ബാറ്ററി ഡ്രെയിനിങ് ടെസ്റ്റ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം എനിക്ക് മാക്സിമം ഇതിൽ 5.5 മണിക്കൂറൊക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ. ഒരു 5-5.5 മണിക്കൂർ, അതിനപ്പുറം ഈ സാധനം പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഹെവി യൂസർ ആണെങ്കിൽ
അതിനപ്പുറം പോകൂല ഇത്. നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 day ഒരു ബാറ്ററി കിട്ടും. ബാറ്ററി നല്ല രീതിയിൽ ഡ്രെയിൻ ആവുന്നുണ്ട്. ഇതിപ്പോ 5G ഫോണാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഇത് റെഡ്മി 12C എന്ന് പറയുന്ന മോഡലാണ്. ഇതിപ്പം 1 വർഷമായ ഫോണാണ്. പക്ഷെ ഹെവി യൂസ് ആണെങ്കിൽ പോലും ഈ ഒരു ഫോണ് 10 മണിക്കൂറൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTek G85 എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ഫോൺ HyperOS അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഇല്ല, ഹീറ്റിംഗ് ഇഷ്യൂ വലുതായിട്ടില്ല. ഫോൺ കുറച്ച് സ്ലോ ആണെന്ന് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെയല്ല. സത്യം പറഞ്ഞ ഇതിനേക്കാൾ ഭേദം എന്താ ഈ ഒരു ഫോണാണ്. നിങ്ങളിപ്പോൾ ചെറിയ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും ഈ ഒരു ഫോൺ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് ഹീറ്റ് ആവുന്നുണ്ട് ഫോൺ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, പോക്കോ X6 എന്ന് പറയുന്ന ഫോൺ ഞാൻ യൂസ് ചെയ്തിരുന്നു. അതിലും ഇതേ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹീറ്റിംഗ് ഇഷ്യൂയും ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ. പക്ഷെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് പിന്നെ ഭേദമാണെന്ന് വേണം പറയാൻ. ഇത് നല്ല രീതിയിൽ ഡ്രെയിൻ ആവുന്നുണ്ട്. നമ്മളിപ്പം ഓഫീസിൽ രാവിലെ ഈ ഒരു ഫോണും കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഓഫീസ് കാര്യങ്ങളാണെങ്കിൽ ഹെവി ആയിട്ട് നല്ല രീതിയിൽ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 20% ആണ്. പിന്നെ ആ ഒരു പെർസെൻറ്റേജും വെച്ച് നമ്മൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും കോൾ ചെയ്യണമെങ്കിലോ എന്തെങ്കിലും പെട്ടെന്ന് അങ്ങ് തീരുകയാണ്. നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ റെഡ്മി നോട്ട് 14 ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഇപ്പോൾ റെഡ്മി ഫാൻ ആണെങ്കിൽ പോലും ഈ ഒരു മോഡൽ എടുക്കാതിരിക്കുക, റെഡ്മി നോട്ട് 14 5G. കാര്യം എനിക്ക് പറയാൻ വയ്യ, കാര്യം അത്രയധികം പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ഫോണിൽ. നിങ്ങളിപ്പോൾ ഒരു 4 വർഷം ഒരു ഫോൺ യൂസ് ചെയ്യുന്നു, ആ ഒരു ഫോണിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണോ ആ സെയിം എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഓഡിയോ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം ഇതാണ്, നമ്മളിപ്പോ എന്തെങ്കിലും മൂവ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫോണിൽ നിന്ന് വോളിയം കൂടുകയും കുറച്ച് കഴിയുമ്പോൾ അതിന് തോന്നുമ്പോൾ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഈ ഫോണിന്റെ ഇഷ്ടത്തിന് എന്തും ചെയ്യാൻ പറ്റും. ആ ഒരു ഇതാണ്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ നിന്നോ എന്നുള്ള ഇതാണ്. ചില സമയത്തൊക്കെ ചില ആപ്സ് ഒന്നും ഓപ്പൺ ആവത്തോലും ഇല്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല, സ്റ്റക്കായിട്ട് അങ്ങ് നിൽക്കും. ഇത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് ഭേദമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഇടാത്തത് അതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇതിന് കാര്യമായിട്ട് നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ഫോണിൽ. നമ്മളിപ്പോൾ ഗെയിം കളിക്കുകയാണെങ്കിൽ പോലും ഈ ഫോൺ നല്ല രീതിയിൽ സ്റ്റക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ട്. ഇത് ഹെവി യൂസിന് പറ്റിയൊരു ഫോണല്ല. പിന്നെ ഒരു ഫോൺ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്, മെറ്റൽ ഫിനിഷ് അല്ല. ഞാൻ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കേൾപ്പിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. കുഴപ്പമില്ലാത്ത ഓഡിയോ ഔട്ട്പുട്ടാണ്. ഇത് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല. ഞാൻ ഇതിന്റെ വീഡിയോ ക്വാളിറ്റി കാണിച്ചു തരാം. യൂട്യൂബ് വീഡിയോ ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈ ഒരു ഫോൺ എടുക്കാത്തതാണ് നല്ലത്. കാരണം അണ്ടർ 20K വേറെ ഒരുപാട് ഫോൺ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റിയൽമി P3, IQ Z10, അതായത് ഓഫർ വരുമ്പോൾ അണ്ടർ 20K കിട്ടും. പിന്നെ റിയൽമിയുടെ തന്നെ റിയൽമി നാർസോ 70 ടർബോ, CMF 1 അങ്ങനെ വേറെ ഒരുപാട് ഫോൺ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഡിമെൻസിറ്റി 7300 പ്രോസസ്സറും ഒക്കെ ആയിട്ട് വരുന്ന ഫോൺസ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോൺ വേസ്റ്റ് ആണ്, എടുക്കാത്തതാണ് നല്ലത്. കാര്യം ഇത് ബോക്സ് എന്ന് പറഞ്ഞാൽ അത് ചില്ലറയൊന്നുമല്ല ഈ ഒരു ഫോണിന് ഉള്ളത്. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 2021, 22 സമയത്ത് ഈ റെഡ്മി ഫോൺസിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന്.
അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷമാണ് പല ഫോൺസിലും ഇഷ്യൂസ് വന്നത്. അതായത് MI UI 12 അപ്ഡേറ്റിന് ശേഷം അന്ന് ഒരുപാട് ഫോൺസ് ബ്ലാസ്റ്റ് ആവുകയും ഡെഡ് ആവുകയും അല്ലാതെ വേറെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതവർ റെക്ടിഫൈ ചെയ്തു. അതിനുശേഷം 2023-24 വലിയ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഈ 5G ഫോൺസ് ഇറങ്ങുന്ന ഇപ്പോൾ ഉള്ള പല ഫോൺസിലുമാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഈ റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡ് മാത്രമല്ല, വേറെ പല ബ്രാൻഡ്സിലും ഈ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലമുള്ള ബഗ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ റെഡ്മി ഫോൺസിൽ കുറച്ച് കൂടുതലാണ്. അതായത് ഷോമി ഫോൺസിൽ. പോക്കോയിലും ഉണ്ട്, പക്ഷേ റെഡ്മി വെച്ച് നോക്കുവാണെങ്കിൽ പോക്കോയിൽ കുറച്ചും കൂടി കുറവെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഐക്യു ആണെങ്കിലും വിവോ ആണെങ്കിലും അപ്ഡേറ്റിന് ശേഷം ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ക്യാമറയിലാണെങ്കിലും അല്ലാതെ പെർഫോമൻസ് വൈസിലാണെങ്കിലും നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇതിന്റെ അത്രയുള്ള പ്രശ്നങ്ങളില്ല. കാര്യം ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു കോൾ വന്നു. നിങ്ങളിപ്പോൾ ഒരു റെഡ്മി ഫാനാണ്, നിങ്ങൾക്ക് ഒരു റെഡ്മിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 14 പ്രോയോ പ്രോ പ്ലസോ എടുക്കാം. അത് പക്ഷെ ആ രണ്ട് ഫോൺസും വാല്യൂ ഫോർ മണി അല്ല. പക്ഷേ ഈ റെഡ്മി നോട്ട് സീരീസിൽ കുറച്ചെങ്കിലും ഭേദമുള്ളത് റെഡ്മി നോട്ട് 14 പ്രോയാണ്. അതിലും ബാറ്ററി ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, പിന്നെ ബഗ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഫോണിലുള്ള അത്രയില്ല. ഈ ഫോൺ പോലെയല്ല, ഇതിനേക്കാൾ അത്യാവശ്യം നല്ല ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ റെഡ്മി നോട്ട് 14 പ്രോയിലുണ്ട്. അതിന്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോൺ നിങ്ങൾ അബദ്ധത്തിൽ പോലും എടുക്കാത്തതായിരിക്കും നല്ലത്. കാര്യം യൂസ് ചെയ്തിട്ട് എനിക്ക് മതിയായി. കാര്യം ഈ റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അതായത് ഞാൻ ഫസ്റ്റ് റെഡ്മിയുടെ Y1 എന്ന് പറയുന്ന ഫോൺ എടുത്തിരുന്നു. അത് കഴിഞ്ഞ് റെഡ്മി നോട്ട് 5, പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ എടുക്കുന്ന റെഡ്മി നോട്ട് 11 ആണ്. പിന്നെ അതിനുശേഷം എടുത്തതാണ് റെഡ്മി നോട്ട് 14 എന്ന് പറയുന്ന ഈ ഫോൺ. ഈ റെഡ്മി നോട്ട് 11 വരെ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. പക്ഷേ ഈ ഫോൺ അത് തിരുത്തി കുറിച്ചു. ഇതിനു മുൻപ് ഞാൻ പോക്കോ X6 എടുത്തിരുന്നു. അത് നിങ്ങൾക്ക് റിവ്യൂ പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തതാണ്. അതിൻ്റെ ഷോർട്ട് റിവ്യൂ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ആദ്യം ഞാൻ ആ ഒരു ഫോൺ യൂസ് ചെയ്തപ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററി ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ പോക്കോ X6 എന്ന് പറയുന്ന ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ബഗ്സ് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഫോണിലുള്ള അത്രയും ബഗ്സ് ഇല്ല. ഈ ഒരു ഫോൺ സെയിലാവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിന്റെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫോൺ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 22,000 ആണ്. 8GB 256GB ഒട്ടും വാല്യൂ ഫോർ മണി അല്ല. പക്ഷെ റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തത് സിറ്റി മൊബൈൽസ് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഷോപ്പിലാണ്. അവിടെ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനായിട്ടും പല ഫോൺസും അവൈലബിൾ ആണ്. ഇപ്പോൾ സിറ്റി മൊബൈൽസിലാണെങ്കിൽ നത്തിങ് ഫോൺസ്, മോട്ടറോള, പോക്കോ എല്ലാ ഓൺലൈൻ ഫോൺസും അവൈലബിൾ ആണ്. ഐക്യുവും എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ സിറ്റി മൊബൈൽസ് ട്രിവാൻഡ്രത്ത് പോയി എടുക്കുക. അപ്പോൾ പ്രൈസ് അവിടെ ഈ ഓൺലൈൻ ഫോൺസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ സെയിം ഓൺലൈൻ ഫോൺസിന്റെ അതേ പ്രൈസ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കഴക്കൂട്ടത്തേക്ക് ഒരു ഷോപ്പിൽ പോയി ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 2,000 3,000 കൂട്ടിയാണ് പല ഫോൺസിനും അവരിടുന്നത്. ഞാനാണെങ്കിൽ കഴക്കൂട്ടത്ത് ഒരു ഷോപ്പിൽ മോട്ടറോളയുടെ മോട്ടോ G24 പവർ എന്ന് പറയുന്ന മോഡല് അത് ഇറങ്ങിയ സമയത്ത് അണ്ടർ 10K അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ഫോണായിരുന്നു. ഞാൻ അന്ന് പ്രൈസ് ചോദിച്ചപ്പോൾ അത് ആക്ച്വലി ആ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 9,000 ആണ് പ്രൈസ് വരുന്നത്. എന്നാൽ ഷോപ്പുകാർ ആ ഒരു ഫോണിന് പ്രൈസ് ഇട്ടിരിക്കുന്നത് 11,000 12,000 പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിന് ആ ഒരു ഫോൺ വാല്യൂ ഫോർ മണി അല്ല. ഞാൻ മോട്ടറോളയുടെ ആ ഒരു ഫോൺ എടുക്കുന്നത് 1 ഇയർ മുൻപാണ്. എനിക്ക് ഫസ്റ്റ് ഒരു ചാനൽ ഉണ്ടായിരുന്നു, ആ ഒരു ചാനൽ പോയി. ഞാൻ ആ ഒരു ചാനലിൽ ആ ഒരു ഫോണിന്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് റിവ്യൂ ആയിരുന്നു, എന്നാൽ പോലും ആ ചാനൽ ഇപ്പം ഇല്ല. അത് അപ്പോൾ സിറ്റി മൊബൈൽസിൽ കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഫോൺസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയാൻ കാരണം കുറച്ച് പേരൊക്കെ കമന്റ് സെക്ഷനിലൊക്കെ ചോദിച്ചു ഈ ഓൺലൈൻ ഫോൺസ് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്സ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഓൺലൈൻ ഫോൺസ് അതേ പ്രൈസിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്
സിറ്റി മൊബൈൽ സാറ്റിങ്ങിലാണ്, ട്രിവാൻഡ്രം ആറ്റിങ്ങൽ ജംഗ്ഷനിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഈ റെഡ്മി നോട്ട് 40 5G എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നിങ്ങൾ മാക്സിമം പറ്റുമെങ്കിൽ എടുക്കാതിരിക്കുക. വേറെ ഒരുപാട് ഫോൺ ഓപ്ഷൻസ് ഉണ്ട് അണ്ടർ 20K, അത് ഏതെങ്കിലും എടുക്കുക. പിന്നെ നിങ്ങളൊരു റെഡ്മി ഫാൻ ആണെങ്കിൽ മാത്രം, നിങ്ങൾക്കിപ്പോൾ റെഡ്മിയുടെയോ പോക്കോയുടെ ഒരു ഫോൺ വേണമെങ്കിൽ മാത്രം റെഡ്മി നോട്ട് 14 Pro 5G എടുക്കുക. കാര്യം നോട്ട് സീരീസിന് ഉള്ള ഭേദം അതാണ്. അല്ലെങ്കിൽ നോട്ട് 14 Pro പ്ലസ് വാല്യൂ ഫോർ മണി അല്ല, ആ ഒരു പ്രൈസ് റേഞ്ചിൽ IQ Neo 10R ഉണ്ട്, അതെടുക്കുന്നതായിരിക്കും ബെറ്റർ. IQ Neo 10Rലാണെങ്കിൽ ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇരിക്കുന്നത്. ഈ റെഡ്മി നോട്ട് 5G എന്ന് പറയുന്ന ഫോൺ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ആവണമെന്നില്ല. കാര്യം ഓരോരുത്തരും ഫോൺ യൂസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഞാനിപ്പോൾ ഒരു ഹെവി യൂസറാണ്, അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അതായത് മൾട്ടി ടാസ്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്.